ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ പുതിയതായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പെക്സ് അംഗങ്ങളിലേക്കുള്ള ക്ലറിക്കൽ പോസ്റ്റിലേക്കൊക്കെയുള്ള ഒരു വേക്കൻസീസ് വരാറുണ്ട്. ഇപ്പം PSCയുടെ യോഗ തീരുമാനങ്ങളൊക്കെ വന്നു. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇപ്പം ഇനി നമ്മൾ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ഏക പരീക്ഷ അതായിരിക്കാം. കാരണം നിലവിൽ ഇപ്പോൾ CSCBക്കാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കഴിഞ്ഞ കേരള ബാങ്കിന്റെ JC എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രതീക്ഷയുള്ള കേരള PSC സഹകരണ മേഖലയിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ഈ അപ്പെക്സ് സംഘത്തിലേക്കുള്ള പരീക്ഷയാണ്. അല്ലെ, അപ്പെക്സ് സംഘങ്ങളിലേക്കുള്ള ആ ഒരു അസിസ്റ്റന്റ് ക്ലറിക്കൽ പോസ്റ്റിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മൾ ഒരുപാട് സമയം കളയണ്ട. ഇനി ഞാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കുന്നുള്ളൂ, അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ നമ്മളത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ KC സ്റ്റാഗിലെ ചാപ്റ്റർ 10 ആണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ വൈൻഡിങ് അപ്പ് ആയിക്കോട്ടെ, മെമ്പർഷിപ്പ് ആയിക്കോട്ടെ, എല്ലാം പഠിക്കാനുള്ള മേഖലകളാണ്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചാപ്റ്റർ 10 ആണ്. വളരെ ഇമ്പോർട്ടൻറ്റോടെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണിത്. കാരണം ഇത് എല്ലാ പരീക്ഷയ്ക്കും CSCB എക്സാമിനായിക്കോട്ടെ, അതുപോലെ തന്നെ PSC കണ്ടക്ട് ചെയ്യുന്ന സഹകരണ മേഖല എക്സാമിനായിക്കോട്ടെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം. ചാപ്റ്റർ 10 വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അല്ലെ, വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ. അതായത് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? സംഘത്തിന്റെ സമാപ്തീകരണമാണ്. അല്ലെ, സംഘത്തിന്റെ സമാപ്തീകരണം, വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ. അപ്പൊ സമാപ്തീകരണവും പിരിച്ചുവിടലും, സഹകരണ സംഘങ്ങളുടെ സമാപ്തീകരണവും പിരിച്ചുവിടലുമാണ് നമുക്ക് ചാപ്റ്റർ 10 പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ 71 മുതൽ 74 വരെയാണ് പഠിക്കുന്നത് കേട്ടോ. സെക്ഷൻ 71 to 74 ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെക്ഷൻ 71 ആണ് കേട്ടോ, വകുപ്പ് 71. അപ്പൊ എന്താണ് വകുപ്പ് 71 പറയുന്നത് എന്ന് ചോദിച്ചാൽ വൈൻഡിങ് അപ്പ് ഓഫ് സൊസൈറ്റീസ് ആണ്. ദാറ്റ് മീൻസ് സംഘങ്ങളുടെ സമാപ്തീകരണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യുക, സമാപ്തീകരണം നടത്തുക. ഇവിടെ പറയുന്നത് ആരാണ് ഒരു സഹകരണ സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രാർ ആണ് കേട്ടോ. ആരാണ്? രജിസ്ട്രാർ ആണ് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. സംഘത്തിന്റെ സമാപ്തീകരണ ഉത്തരവ് ആരാണ് പുറപ്പെടുവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രജിസ്ട്രാർ ആണ്. നോക്കിയാൽ നമുക്ക് നോക്കാം. ഇഫ് ദ രജിസ്ട്രാർ ആഫ്റ്റർ ആൻ ഇൻക്വയറി ഹാസ് ബീൻ ഹെൽഡ് അണ്ടർ സെക്ഷൻ 65. അപ്പൊ സെക്ഷൻ 65 അല്ലെങ്കിൽ വകുപ്പ് 65 പ്രകാരം ഒരു ഇൻക്വയറി നടത്തിയതിനു ശേഷമോ അല്ലെങ്കിൽ ഓർ ആൻ ഇൻസ്പെക്ഷൻ ഹാസ് ബീൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ 66. അപ്പൊ സെക്ഷൻ ഒന്നെങ്കിൽ 65 പ്രകാരം ഒരു ഇൻക്വയറി, ഒരു സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ ഒരു ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു 65 പ്രകാരം ഒരു ഇൻക്വയറി നടത്തിയതിനു ശേഷമോ അല്ലെങ്കിൽ 66 പ്രകാരം പരിശോധന ഇൻസ്പെക്ഷൻ നടത്തിയതിനു ശേഷമോ അല്ലെങ്കിൽ ഓർ ഓൺ റെസിപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. എന്താ അർത്ഥമാക്കുക? ഇവിടെ പറയണ 65-ാം വകുപ്പ് പ്രകാരം അന്വേഷണ വിചാരണ നടത്തുകയോ അല്ലെങ്കിൽ 66-ാം വകുപ്പ് പ്രകാരം ഒരു പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ പറയാണ് സംഘത്തിന്റെ 3/4 കുറയാത്ത അംഗങ്ങളിൽ നിന്നും ഒരു അപേക്ഷ ലഭിക്കുകയോ ചെയ്യുക. ഓൺ റെസിപ്റ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സംഘത്തിന്റെ അംഗങ്ങളിലെ 3/4 കുറയാതെ അല്ലെങ്കിൽ 3/4 കുറയാത്ത ആൾക്കാരിൽ നിന്ന് ഒരു അപേക്ഷ ലഭിച്ചതിന് ശേഷമോ ഈസ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് ദ സൊസൈറ്റി ഓട്ട് ടു ബി വൈൻഡ് അപ്പ്. എന്താ അർത്ഥമാക്കുക? അപ്പോഴാണ് രജിസ്ട്രാർക്ക് സമാപ്തീകരിക്കണമെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ രജിസ്ട്രാറിന് സംഘം വൈൻഡപ്പ് ചെയ്യണം എന്നുള്ള അഭിപ്രായമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആഫ്റ്റർ ഗിവിംഗ് ദ സൊസൈറ്റി ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് മേക്കിംഗ് ഇറ്റ്സ് റെപ്രസെന്റേഷൻ. അതായത് സംഘത്തിന് നിവേദനം അല്ലെങ്കിൽ സംഘത്തിന്റെ ഭാഗം പറയാൻ ഒരു അവസരം കൊടുക്കുക, അല്ലെങ്കിൽ സംഘത്തിന് നിവേദനം സമർപ്പിക്കാൻ ഒരു അവസരം നൽകിയിട്ട് എന്ത് ചെയ്യാന്നാ പറയുക? നോക്കിയേ, ആൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഫിനാൻസിംഗ് ബാങ്ക് ടു വിച്ച് ദ സൊസൈറ്റി ഈസ് അഫിലിയേറ്റഡ്. അപ്പൊ സംഘം അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻസിംഗ് ബാങ്കിനോടും സർക്കിൾ സഹകരണ യൂണിയനോടും കൺസൾട്ട് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ കൂടി ആലോചിച്ചതിന് ശേഷം ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ് ഡയറക്റ്റ് ഇറ്റ് ടു ബി വൗണ്ട് അപ്പ് എന്നാ പറയുക. അപ്പൊ രേഖാമൂലമുള്ള ഉത്തരവ് കൊണ്ട് രേഖാമൂലമുള്ള ഒരു ഉത്തരവ് മൂലം സംഘത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകാമെന്നാ പറയുക.
ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണ്. ഒന്നെങ്കിൽ സെക്ഷൻ 65 പ്രകാരം ഇൻക്വയറി നടത്തി, 66 പ്രകാരം ഇൻസ്പെക്ഷൻ നടത്തി, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ 3/4 കുറയാത്ത ആൾക്കാർ അപേക്ഷ നൽകി, അല്ലെ? അപ്പൊ ഇവിടെ റൈസാന് തോന്നുകയാണ് സംഘത്തിന്റെ സമാപ്തീകരണം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ സംഘത്തിന്റെ എന്താണ് കാര്യങ്ങൾ പറയാൻ, അല്ലെങ്കിൽ സംഘത്തിന്റെ ഭാഗം പറയാൻ, അല്ലെങ്കിൽ സംഘത്തിന് ഒരു നിവേദനം സമർപ്പിക്കാനുള്ള ഒരു അവസരം നൽകിയതിനു ശേഷം സംഘം അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻസിംഗ് ബാങ്കിനോടും അതോടൊപ്പം തന്നെ CCU-നോടും അല്ലെ സർക്കിൾ സഹകരണ യൂണിയനോടും കൂടി ആലോചനയ്ക്ക് ശേഷം ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ സംഘത്തിന്റെ സമാപ്തീകരണ ഉത്തരവ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? നിർത്തൽ ചെയ്യാം, സംഘത്തിന്റെ പ്രവർത്തനം നിർത്തൽ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കാം, ഡയറക്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അതാണ് സെക്ഷൻ 71 സബ് സെക്ഷൻ 1 പറയുന്നത്. ഇനി ഇവിടെ സബ്സെക്ഷൻ 2 പറഞ്ഞ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ദ രജിസ്ട്രാർ മേ ഓഫ് ഹിസ് ഓൺ മോഷൻ, അതായത് രജിസ്ട്രാർക്ക് സ്വമേധയാ രേഖാമൂലമായ ഉത്തരവ് മൂലം താഴെ പറഞ്ഞ സാഹചര്യങ്ങളിൽ സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യാം, അല്ലെ? ദ രജിസ്ട്രാർ മേ ഓഫ് ഹിസ് ഓൺ മോഷൻ, അതായത് രജിസ്ട്രാറിന് സ്വമേധയാ ബൈ ഓർഡർ ഇൻ റൈറ്റിംഗ്, രേഖാമൂലമുള്ള ഉത്തരവ് മൂലം, അല്ലെ എന്ത് ചെയ്യാം, ഡയറക്ട് ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി, അല്ലെ എന്ത് ചെയ്യാം, സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് നിർദ്ദേശിക്കാം. അപ്പം ആ കണ്ടീഷൻ, താഴെ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇവിടെ പറയാണ്, വേർ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ദ രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി ദാറ്റ് ദ സൊസൈറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 25 members and the number of members has been reduced to less than 25. എന്താ അർത്ഥമാക്കാന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഒരു സംഘം രൂപീകരിക്കണമെങ്കിലും അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിലും മിനിമം കുറഞ്ഞത് 25 പേരെങ്കിലും വേണം, അല്ലെ? കുറഞ്ഞത് 25 പേരെങ്കിലും വേണം. ഇവിടെ പറഞ്ഞത് സംഘം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു വ്യവസ്ഥ, സംഘത്തിൽ കുറഞ്ഞത് ഒരു വ്യവസ്ഥയാണ്, ഒരു പ്രൊവിഷനാണ്. എന്താണ്? സംഘത്തിൽ കുറഞ്ഞത് 25 അംഗങ്ങളെങ്കിലും വേണം, അല്ലെ? വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ള 25 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അംഗങ്ങളുടെ എണ്ണം 25 കുറവാകുന്നു അല്ലെങ്കിൽ 25 താഴെ പോകുന്ന സാഹചര്യത്തിൽ രജിസ്ട്രാർ സംഘം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഉത്തരവിടും. മനസ്സിലാക്കുക. നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വ്യവസ്ഥ പ്രൊവിഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സംഘത്തിന്റെ പ്രവർത്തനം, സംഘം രൂപീകരിക്കുന്നതിനും സംഘത്തിന്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുമായിട്ട് കുറഞ്ഞത് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ള 25 പേരെങ്കിലും വേണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ. ഇപ്പൊ ഏതെങ്കിലും സാഹചര്യത്തിൽ 25 എന്നുള്ള ആ എണ്ണം താഴെ പോവുകയാണെങ്കിൽ രജിസ്ട്രാർ ഒന്നും നോക്കില്ല, വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യും, അല്ലെ? പഠിച്ചിട്ടുണ്ട്. ബി എന്താണ്? വേർ ദ സൊസൈറ്റി ഹാസ് നോട്ട് കമൻസ്ഡ് വർക്കിംഗ് വിതിൻ 6 months ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ അൺലെസ് എക്സ്റ്റൻഷൻ ഓഫ് ടൈം ഈസ് ഗ്രാൻഡ് ബൈ ദ രജിസ്ട്രാർ ഓർ ഹാസ് ഈസ് ടു വർക്ക് എന്ന് പറയുക. നമുക്കറിയാം സാധാരണ ഒരു സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകമായിട്ട് പ്രവർത്തനം ആരംഭിക്കണം. ചില സാഹചര്യങ്ങളിൽ രജിസ്ട്രാർ ഈ 6 മാസം എന്നുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും, ഫർദർ കുറച്ച് സമയം കൂടെ, അല്ലെ? ഫർദർ 6 മാസത്തിൽ കുറയാത്ത ഒരു ടൈം കൂടെ വേണമെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയാണ്, സംഘം രജിസ്റ്റർ ചെയ്തു, 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നുമില്ല, അവർക്ക് അവിടെ എക്സ്റ്റൻഷൻ കിട്ടുന്നുമില്ല. എക്സ്റ്റൻഷൻ കിട്ടുന്നുണ്ട്, ആ സമയം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. പറയാണ്, സാധാരണയായിട്ട് സംഘം രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിനകമായിട്ട് പ്രവർത്തനം ആരംഭിക്കണം. ചില സാഹചര്യങ്ങളിൽ രജിസ്ട്രാർ വേണമെങ്കിൽ ഈ സമയം കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചു കൊടുക്കാം, എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ 6 മാസമായിട്ടും പ്രവർത്തനം ആരംഭിക്കുന്നുമില്ല, അവർക്ക് അവിടെ എക്സ്റ്റൻഷൻ കിട്ടുന്നതുമില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക, അല്ലെ? അപ്പൊ ഈ ഒരു സാഹചര്യത്തിലും രജിസ്ട്രാർ എന്ത് ചെയ്യും? വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യും കേട്ടോ. ഓർ ഹാസ് ഈസ് ടു വർക്ക് എന്നാ പറയാ. അതായത് രജിസ്ട്രാർ സമയം നീട്ടി കൊടുത്തില്ലെങ്കിൽ സംഘം രജിസ്റ്റർ ചെയ്ത് മുതൽ 6 മാസത്തിനുള്ളിൽ പ്രവർത്തനം തുടങ്ങാതിരിക്കുകയോ അഥവാ സംഘത്തിന്റെ പ്രവർത്തനം നിന്നു പോവുകയോ ചെയ്യുന്ന പക്ഷം അവിടെ സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്ട്രാർ സ്വമേധയാ ഇഷ്യൂ ചെയ്യും. ക്ലിയർ അല്ലേ? മനസ്സിലായി? ഇപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു 25 എണ്ണത്തിൽ താഴെ പോകുമ്പോൾ, രണ്ടാമത് പറഞ്ഞു 6 മാസമായിട്ട് പ്രവർത്തനം ആരംഭിക്കാതിരിക്കുമ്പോൾ, അല്ലെ? എക്സ്റ്റൻഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. 6 മാസമായിട്ട് പ്രവർത്തനം ആരംഭിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രവർത്തനം നിന്ന് പോവുകയോ ചെയ്യുന്ന പക്ഷം സിയിൽ പറയേണ്ടി വരുന്ന നമ്പർ ഓഫ് ആക്ച്വൽ വർക്കേഴ്സ് ഫോൾ ബിലോ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ഇൻ ദ കേസ് ഓഫ് എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ഒക്യുപ്പേഷൻ എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പ്രത്യേക വ്യവസായത്തിലോ തൊഴിലിലോ ഏർപ്പെട്ടിരിക്കുന്നവരുടെ നന്മയ്ക്കായി മാത്രം രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘത്തിന്റെ കാര്യത്തിൽ എന്താണ് പറയുന്നത്? പർട്ടിക്കുലർ എ സൊസൈറ്റി, ഇവിടെ നിങ്ങൾ ഇവിടുന്ന് വേണം പഠിക്കാൻ. എ സൊസൈറ്റി ഫോംഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ഒക്യുപ്പേഷൻ, ഒരു പ്രത്യേക വ്യവസായത്തിലോ അല്ലെങ്കിൽ എന്താണ് ഒക്യുപ്പേഷൻ തൊഴിലിലോ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഉന്നമനത്തിനായി മാത്രം ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സംഘത്തിന്റെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടുത്തെ യഥാർത്ഥ ജോലിക്കാരുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിലെ ആക്ച്വൽ വർക്കേഴ്സിന്റെ എണ്ണം ഒരു നിശ്ചിത ശതമാനം വേണമെന്ന് സംഘത്തിന്റെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും.
ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒക്യുപ്പേഷനിലോ എൻഗേജ് ചെയ്തിട്ടുള്ള അംഗങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഉന്നമനത്തിന് വേണ്ടി സംഘം രൂപീകരിക്കുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആക്ച്വൽ വർക്കേഴ്സ്, ഓക്കെ, ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള ഒക്യുപ്പേഷനുള്ള ആക്ച്വൽ വർക്കേഴ്സിന്റെ എണ്ണം ഇത്ര ശതമാനം വേണമെന്ന് ആ സംഘത്തിന്റെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ എണ്ണം താഴെ പോകുന്നു, ബൈലോയിൽ പറയുന്നത് 10% ആക്ച്വൽ വർക്കേഴ്സ് വേണം. ഓക്കെ, ടോട്ടൽ 100 പേരുണ്ട്, 10% ആക്ച്വൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 10 പേര് ആക്ച്വൽ വർക്കർ ആയിരിക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ എണ്ണം താഴെ പോകുന്നു, 10 പേരെന്ന് പറഞ്ഞു, 10% പറഞ്ഞത് 9 പേരായി പോയെങ്കിൽ, 10 പേര് വേണ്ടിട്ട് 9 പേരായി പോയെങ്കിൽ എന്താണ് സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്ട്രാർ സ്വമേധയാ ഇഷ്യൂ ചെയ്യും. നിങ്ങൾ ഈ 3 കണ്ടീഷൻസും ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഒന്നാമത് ഞാൻ പറഞ്ഞു അംഗങ്ങളുടെ എണ്ണം 25 കുറയുമ്പോൾ, രണ്ടാമത് 6 മാസമായിട്ട് പ്രവർത്തനം ആരംഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രവർത്തനം നിന്ന് പോവുകയോ ചെയ്യുമ്പോൾ, മൂന്നാമത് പറഞ്ഞത് പർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ എൻഗേജ് ചെയ്യുന്ന വ്യക്തികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സംഘമാണെങ്കിൽ ആക്ച്വൽ വർക്കേഴ്സിന് എണ്ണം ഇത്ര ശതമാനം വേണമെന്ന് അതിന്റെ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ താഴെ പോകുമ്പോഴും എന്ത് ചെയ്യുന്ന പറയുക, വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യും കേട്ടോ. അപ്പൊ ഇവിടെ ഈ 3 കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇഫ് എ പ്രപ്പോസൽ ഫോർ റിവിറ്റലൈസേഷൻ ഓഫ് എ സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ആൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ 2 ഹാസ് ബീൻ പാസ്ഡ്. അതായത് ഈ ഉപവകുപ്പ് 2 ഈ 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ഉപവകുപ്പ് 2 പ്രകാരമാണ് ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെതിരെ ഒരു പ്രപ്പോസൽ നൽകാം. എന്തിന്റെ പ്രപ്പോസൽ? പ്രപ്പോസൽ ഫോർ റിവിറ്റലൈസേഷൻ എന്നാ പറയുക. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് സംഘത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള ഒരു നിർദ്ദേശം നൽകാമെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇഫ് എ പ്രപ്പോസൽ ഫോർ റിവിറ്റലൈസേഷൻ ഓഫ് എ സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ആൻ ഓർഡർ അണ്ടർ സബ്സെക്ഷൻ 2 ഹാസ് ബീൻ പാസ്ഡ് is received by the registrar within a period of 1 year. ഈ 1 year ഓർത്ത് വെച്ചേക്കുക. Period of 1 year from the date of such order, the registrar may cancel the same and allow the society to continue to exist എന്നാ പറയുന്നത്. അതായത് ഇവിടെ സംഘം വൈൻഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സംഘം സമാപ്തീകരിക്കുവാൻ നിർദ്ദേശിച്ചു കഴിയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ സബ്സെക്ഷൻ ഇതാണ് കേട്ടോ. രണ്ടാമത്തെ സബ്സെക്ഷൻ പ്രകാരമുള്ള 3 കണ്ടീഷൻ. അപ്പൊ ഈ 3 കണ്ടീഷൻ പ്രകാരം രജിസ്ട്രാർ സ്വമേധയാ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉത്തരവ് പാസാക്കിയിട്ടുള്ള ഒരു സംഘത്തിന്റെ ഒരു പുനരുദ്ധാരണത്തിനുള്ള ഒരു നിർദ്ദേശം നമുക്ക് വേണമെങ്കിൽ നൽകാം. അതായത് 1 ഇയറിനുള്ളിലായിട്ട്, അതായത് സബ്സെക്ഷൻ 2 പ്രകാരം രജിസ്ട്രാർ ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തെന്ന് വിചാരിക്കുക. അതിനെതിരെ നമുക്കൊരു പ്രപ്പോസൽ, അതായത് സംഘത്തിനെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു പ്രപ്പോസൽ നൽകുകയാണെങ്കിൽ രജിസ്ട്രാറിന് അതിൽ സാറ്റിസ്ഫൈഡ് ആകുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ വൈൻഡിങ് അപ്പ് ഓർഡർ ക്യാൻസൽ ചെയ്യുകയും നമുക്ക് നമ്മുടെ പ്രവർത്തനം തുടരുകയും ചെയ്യാമെന്നാണ് പറയുക. ക്ലിയർ അല്ലേ? ഒരു സംഘത്തിന്റെ പുനരുദ്ധാരണത്തിനുള്ള ഒരു നിർദ്ദേശം ഉത്തരവിന്റെ തീയതി തൊട്ട് 1 വർഷത്തിനുള്ളിലുള്ള കാലയളവിൽ രജിസ്ട്രാർ സ്വീകരിക്കുകയും ചെയ്യുന്ന പക്ഷം രജിസ്ട്രാർക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള വൈൻഡിങ് അപ്പ് ഓർഡർ ക്യാൻസൽ ചെയ്യാമെന്നാണ് പറയുക. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം നിങ്ങൾ ആലോചിക്കുക, 25 പേര് താഴെ പോയപ്പോഴാണ് സംഘം എന്ത് ചെയ്യുന്നത്? സംഘത്തിന് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തത്. നമുക്ക് പെട്ടെന്ന് ഒരാളെ ആഡ് ചെയ്താൽ പോരെ? പെട്ടെന്ന് നമ്മൾ ഒരാളെ ആഡ് ചെയ്താൽ ആ പ്രശ്നം മാറിപ്പോയി. 25 പേരുണ്ടായിരുന്നു, ഒരാൾ പോയി, 24 പേരായപ്പോഴത്തേക്കും രജിസ്ട്രാർ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഒരാളെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീർന്നു. ഇനിയും പറയുകയാണ് ആക്ച്വൽ വർക്കേഴ്സിന്റെ എണ്ണം. 3ാമത്തെ കണ്ടീഷൻ, ആക്ച്വൽ വർക്കേഴ്സിന്റെ എണ്ണം 10% വേണമെന്നുണ്ടായിരുന്നു. ഒരാൾ പോയി, ഇപ്പൊ ടോട്ടൽ 100 പേര്, 10 പേര് ഇപ്പം നിലവിലുണ്ട്, ഒരാൾ പോയി 9 ആയി. പെട്ടെന്ന് മറ്റൊരു ആക്ച്വൽ വർക്കറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പുനരുദ്ധാരണത്തിനുള്ള പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രപ്പോസൽ ഫോർ റിവിറ്റലൈസേഷൻ ഈ 3 ഇതിന് ബാധകമല്ല കേട്ടോ. ഈ ബി പ്രകാരം, എന്താണ് ബി പ്രകാരം എന്ന് ഞാൻ പറഞ്ഞത്? 6 മാസമായിട്ട് പ്രവർത്തനം ആരംഭിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ സംഘത്തിന്റെ പ്രവർത്തനം നടത്താതിരിക്കുന്ന സമയത്ത് രജിസ്ട്രാർ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നമുക്കൊരു പ്രപ്പോസൽ പോസിബിൾ അല്ല. ഇപ്പൊ എയ്ക്കും സിക്കും, എയിലും പറഞ്ഞ കണ്ടീഷൻ സിയിലും പറഞ്ഞ കണ്ടീഷനിൽ മാത്രമേ നമുക്ക് പ്രപ്പോസൽ എന്ത് ചെയ്യുകയുള്ളൂ, വാലിഡ് ആകത്തുള്ളൂ, അല്ല പ്രപ്പോസൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതിലും പറഞ്ഞു, ബി പറഞ്ഞതിൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവർ എടുത്തിവിടെ പറയുന്നുണ്ട് വ്യവസ്ഥയായിട്ട് പ്രൊവൈഡ് ദാറ്റ്. എന്നിരുന്നാലും അല്ലെ, പ്രൊവൈഡ് ദാറ്റ് എന്നിരുന്നാലും this subsection shall not apply in the case of a society which does not commence functioning within a period of 6 months from the date of registration. സംഘത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനകമായിട്ട് പ്രവർത്തനം ആരംഭിക്കാത്ത സംഘത്തിന്റെ കാര്യത്തിൽ ഈ പ്രപ്പോസൽ ബാധകമല്ല. അതായത് ഈ എന്താണ് പറയുക, സബ്സെക്ഷൻ ഇവിടെ എന്ത് പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് സബ്സെക്ഷൻ 2 ക്ലോസ് ബി പ്രകാരമാണ് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തതെങ്കിൽ അതിനെതിരെ പ്രപ്പോസൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി അടുത്താണ് സെക്ഷൻ 72 പറയാൻ പോകുന്ന കാര്യം. 71 വൈൻഡിങ് അപ്പ് ആണ്, 72 ലിക്വിഡേറ്റർ ആണ്. നിങ്ങൾ ആലോചിക്കുക,
ഒരു സംഘം വൈൻഡ് അപ്പ് ചെയ്യാൻ ഉത്തരവ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആ പണി ചെയ്യാൻ വേണ്ടി, ആ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നടത്താൻ വേണ്ടി രജിസ്ട്രാർ ഒരാളെ അപ്പോയിന്റ് ചെയ്യും. അദ്ദേഹമാണ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിന്റെ പണി എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സംഘത്തിലേക്ക് വരുന്നു, സംഘത്തിന്റെ അധികാരങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു, സംഘത്തിന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കുന്നു, സംഘം കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കുന്നു. ഇതാണ് ലിക്വിഡേറ്ററിന്റെ ഡ്യൂട്ടി എന്ന് പറയുക. ക്ലിയർ? നമുക്ക് സെക്ഷൻ 72 ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, where the registrar has made an order under section 71 for the winding up of a society. അതായത് രജിസ്ട്രാർ സെക്ഷൻ 71 പ്രകാരം ഒരു വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ he shall appoint a liquidator for the purpose. അപ്പൊ ആ പർപ്പസിന് വേണ്ടി, അല്ല വൈൻഡിങ് അപ്പ് ചെയ്യാൻ വേണ്ടി രജിസ്ട്രാർ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രതിഫലം അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുകയും ചെയ്യും എന്ന് ഓർത്ത് വെച്ചേക്കും. അല്ലെ, 71 വകുപ്പ് പ്രകാരം ഒരു സംഘം സമാപ്തീകരിക്കുന്നതിന് രജിസ്ട്രാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ള പക്ഷം അദ്ദേഹത്തിന് ആ ആവശ്യത്തിലേക്ക് ഒരു ലിക്വിഡേറ്ററെ നിയമിക്കാവുന്നതും ലിക്വിഡേറ്റർ പ്രതിഫലം നിശ്ചയിക്കാവുന്നതുമാണ് എന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ ആരാണ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? Who shall appoint the liquidator of a society? Appointed by the registrar of cooperative society. RCS ആയിരിക്കും ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക. ഇനിയും അവിടെ അതുപോലെ തന്നെ ലിക്വിഡേറ്ററിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? RCS ആണ് കേട്ടോ. ഇനി പറയാണ്, the liquidator shall on appointment take into his custody or under his control all the property, effects, auctionable claims to which the society is or appears to be entitled, and take such a step as he may deem necessary or expedient to prevent loss or deterioration or damage to such a property, effects and claim എന്നാണ് പറയുക. എന്താണ് നമുക്ക് ഇവിടെ അർത്ഥമാക്കുക? അങ്ങനെ നമ്മൾ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെ, നമ്മൾ മേൽ പറഞ്ഞ രീതിയിൽ രജിസ്ട്രാർ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? ലിക്വിഡേറ്റർ സംഘത്തിന് അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ സംഘത്തിന് അവകാശപ്പെട്ടു എന്ന് തോന്നുന്നതോ, അതാണ് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ലിക്വിഡേറ്ററിന്റെ ഇതിലേക്ക് കൊണ്ടുവരും, അണ്ടർ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരുന്ന പറയുക. സംഘത്തിന്റെ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ലിക്വിഡേറ്ററിന്റെ എന്താണ് അണ്ടർ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡേറ്റർ സംഘത്തിന് അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ അവകാശപ്പെട്ടതോ തോന്നുന്നതോ ആയ എല്ലാ വസ്തുക്കളും, എല്ലാ മുതലുകളും, അല്ലെ, അതാർത്ഥമൊക്കെ ടേക്ക് ഇൻ ടു ഹിസ് കസ്റ്റഡി ഓർ അണ്ടർ ഹിസ് കൺട്രോൾ ഓൾ പ്രോപ്പർട്ടി. അല്ലെ, ഓൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? എല്ലാ വസ്തുക്കളും മുതലുകളും. പിന്നെ പറയുന്നുണ്ട് എഫക്ട്സ് ആൻഡ് ഓപ്ഷണബിൾ ക്ലെയിംസ് എന്നാ പറയാ. എഫക്ട്സ് ആൻഡ് ഓപ്ഷണബിൾ ക്ലെയിംസ് എന്ന് പറയാ പെടത്തക്ക വിധത്തിലുള്ള അവകാശവാദങ്ങളും നശിച്ചു പോവുകയോ ചീത്തയായി പോവുകയോ കേടുവന്നു പോവുകയോ ചെയ്യുന്നത് തടയുന്നതിന് ആവശ്യമായ യുക്തം എന്ന് തനിക്ക് തോന്നുന്ന നടപടികൾ സ്വീകരിക്കണം. ഇതിൽ നിന്ന് നഷ്ടം വരാൻ പാടില്ല. എല്ലാം ലിക്വിഡേറ്ററിന് അണ്ടർ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവരും. പിന്നെ അദ്ദേഹം എല്ലാം സൂക്ഷിക്കും. ഒരു നഷ്ടവും വരാതെ, ആർക്കും ഒരു നഷ്ടവും വരാതെ അദ്ദേഹം പ്രോപ്പറായിട്ട് ആവശ്യമായിട്ടുള്ള രീതിയിൽ നടപടിക്രമങ്ങളൊക്കെ എടുത്ത് അതെല്ലാം അദ്ദേഹത്തിന് അണ്ടർ കസ്റ്റഡി കൊണ്ടുവരുമെന്നാണ് പറയുക കേട്ടോ. അതാണ് പറയുക. എത്രയേ ഉള്ളൂ. ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നു, അദ്ദേഹം വരുന്നു, എല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു. സംഘത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് ഓർത്താൽ മതി. അടുത്താണ് where an appeal is preferred under section 83 against an order of winding up of a society made under section 71, such order shall not operate thereafter until it is confirmed in appeal എന്ന് പറയുന്നത്. എന്താ അർത്ഥമാക്കുക? സെക്ഷൻ 83 പ്രകാരം ഇതിനെതിരെ ഒരു അപ്പീൽ പോവുകയാണ്. സെക്ഷൻ 71 പ്രകാരം ഇഷ്യൂ ചെയ്ത വൈൻഡിങ് അപ്പിന് ഓർഡറിനെതിരെ സെക്ഷൻ 83 പ്രകാരം അപ്പീലിന് പോകുന്നു. അപ്പീൽ ടു അതർ അതോറിറ്റി പഠിപ്പിക്കും കേട്ടോ. ട്രിബ്യൂണലിന്റെ കാര്യങ്ങൾ, അപ്പീൽ ടു ട്രിബ്യൂണൽ. പിന്നെ അവിടെ 83 അപ്പീൽ ടു അതർ അതോറിറ്റി, ഗവൺമെന്റിലേക്കോ രജിസ്ട്രാറിലേക്കോ അപ്പീൽ പോകുന്ന കാര്യമാണ്. പക്ഷെ തുടങ്ങി പഠിപ്പിക്കും. അപ്പൊ ഇവരിവിടെ വളരെ വിശദമായിട്ട് പറയുകയാണ്. അതായത് സെക്ഷൻ 71 പ്രകാരം സംഘം വൈൻഡപ്പ് ചെയ്യാനായി ഒരു ഉത്തരവ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സെക്ഷൻ 83 പ്രകാരം അപ്പീൽ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പീൽ ബോധിപ്പിക്കുന്ന പക്ഷം അതിനുശേഷം അത് അപ്പീൽ സ്ഥിരീകരിക്കപ്പെടുന്നത് വരെ ആ ഉത്തരവിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അപ്പീൽ പോയി കഴിഞ്ഞാൽ അപ്പീൽ അതിൽ തെളിഞ്ഞു വരണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം സെക്ഷൻ 71 പ്രകാരം വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്തു, അതിനെതിരെ 83 പ്രകാരം അപ്പീൽ പോയി കഴിഞ്ഞാൽ അപ്പീലിൽ തീരുമാനമായതിനു ശേഷം മാത്രമേ ബാക്കി എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പീൽ കൊണ്ടുവരണം. അപ്പീൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ അതിനെതിരെ സംഘം അപ്പീൽ കൊടുക്കുന്നു. സംഘം അപ്പീൽ കൊടുക്കുമ്പോൾ അപ്പീൽ തള്ളുകയാണെങ്കിൽ നമുക്ക് വൈൻഡിങ് അപ്പ് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. സെക്ഷൻ 83 വരെ അപ്പീൽ പോവുകയാണ്. സംഘം സാറേ വൈൻഡിങ് അപ്പ് ഓർഡറിനെതിരെ അപ്പീൽ പോവുകയാണ്. ആ അപ്പീല് അവിടെ എന്ത് ചെയ്യുകയാണ്, വിജയിക്കുന്നില്ല. അപ്പീൽ തള്ളിപ്പോവുകയാണെങ്കിൽ അവിടെ കൺഫേം വരികയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്നാണ് പറയുക, കണ്ടിന്യൂ ചെയ്യാം. വൈൻഡിങ് അപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നിട്ട് വീണ്ടും പറയാണ്, പ്രൊവൈഡ് ദാറ്റ് ലിക്വിഡേറ്റർ ഷാൾ ഹാവ് കണ്ടിന്യൂ ടു ഹാവ് കസ്റ്റഡി ഓർ കൺട്രോൾ ഓഫ് ദ പ്രോപ്പർട്ടി, എഫക്ട്സ് ആൻഡ് ഓപ്ഷണൽ ക്ലെയിംസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 2 ആൻഡ് ടു ഹാവ് അതോറിറ്റി ടു ടേക്ക് സ്റ്റെപ്സ് ടു റെഫർ ടു ഇൻ ദാറ്റ് സബ്സെക്ഷൻ എന്നാണ് പറയുക. എന്താ അർത്ഥം വെക്കുക?
അതാ പറയുകയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ള വസ്തുക്കളും മുതലുകളും വ്യവഹാരപ്പെടത്തക്ക വിധത്തിലുള്ള അവകാശവാദവും സൂക്ഷിപ്പിലോ നിയന്ത്രണത്തിലോ വയ്ക്കുന്നത് തുടർന്ന് പോരേണ്ടതും അദ്ദേഹത്തിന് ആ ഉപവകുപ്പിൽ പറഞ്ഞ നടപടികൾ എടുക്കുന്നത് തുടർന്ന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് ജസ്റ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. അടുത്ത പറയാണ്, വേർ ആൻ ഓർഡർ ഓഫ് വൈൻഡിംഗ് അപ്പ് ഓഫ് എ സൊസൈറ്റി ഈസ് സെറ്റ് അസൈഡ് ഇൻ ദ അപ്പീൽ, ദ പ്രോപ്പർട്ടി എഫക്ട്സ് ആൻഡ് ഓപ്ഷണൽ ക്ലെയിംസ് ഓഫ് ദ സൊസൈറ്റി ഷാൾ ബി റീ ഇൻവെസ്റ്റ് ഇൻ ദ സൊസൈറ്റി. എന്താണ് അവിടെ വീണ്ടും പറയുന്നത്? സംഘം നിർത്തൽ ചെയ്യാൻ വേണ്ടി അല്ലെ സംഘം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഉത്തരവ് വന്നു. അതിനെതിരെ സംഘം അപ്പീലിന് പോവുകയാണെങ്കിൽ അല്ലെ, സംഘം അപ്പീലിന് പോകുന്നു, അപ്പീൽ വിജയിക്കുന്നു. അതായത് അപ്പീൽ പോയപ്പോഴത്തേക്കും ഓക്കെ വൈൻഡിങ് അപ്പ് ചെയ്യണ്ട എന്നൊരു ഉത്തരവ് വരികയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ തിരിച്ച് സംഘത്തെ കൊടുത്തിരിക്കണം എന്ന് പറയുക. സംഘം നിർത്തൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 71 പ്രകാരം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. അതിനെതിരെ സെക്ഷൻ 83 പ്രകാരം അപ്പീൽ പോകുന്നു അല്ലെ. ആ അപ്പീൽ ദുർബലപ്പെടുത്തുന്ന പക്ഷം സംഘത്തിന്റെ വസ്തുക്കളും മുതലുകളും വ്യവഹാരപ്പെടുത്തക്ക വിധത്തിലുള്ള അവകാശവാദം സംഘത്തിൽ വീണ്ടും നിക്ഷിപ്തമായിരിക്കുന്നു. ഓർത്ത് വെച്ചേക്ക്. ക്ലിയർ അല്ലേ? വേർ ആൻ ഓർഡർ ഓഫ് വൈൻഡിംഗ് അപ്പ് ഓഫ് എ സൊസൈറ്റി ഇസ് സെറ്റ് അസൈഡ് ഇൻ ദ അപ്പീൽ, ദ പ്രോപ്പർട്ടി എഫക്ട്സ് ആൻഡ് ഓപ്ഷണൽ ക്ലെയിംസ് ഓഫ് സൊസൈറ്റി ഷാൾ റീ ഇൻവെസ്റ്റ് ഇൻ ദ സൊസൈറ്റി. സംഘം നിർത്തൽ ചെയ്യുന്നതിനുള്ള ഉത്തരവ് അപ്പീലിൽ ദുർബലപ്പെടുത്തുന്ന പക്ഷം, അതായത് അപ്പീൽ വിജയിക്കുമ്പം അല്ലെ, വേർ ആൻ ഓർഡർ ഓഫ് വൈൻഡിംഗ് അപ്പ് ഓഫ് എ സൊസൈറ്റി ഇസ് സെറ്റ് അസൈഡ് ഇൻ ദ അപ്പീൽ എന്ന് പറയുക. അപ്പൊ ആ ഉത്തരവ് നമ്മൾ അപ്പീൽ വിജയിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയും മറ്റ് എഫക്ട്സും ഓപ്ഷണൽ ക്ലെയിംസും എല്ലാം സംഘത്തിൽ റീ ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ, വീണ്ടും നിക്ഷിപ്തമാക്കണം എന്നാണ് പറയുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ട് സെക്ഷനിൽ പഠിച്ചത്. 71ഉം 72ഉം പഠിച്ചു. ഇനി നമുക്ക് 73 പഠിക്കാനുണ്ട്, പിന്നെ 74 പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീണ്ടും വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.